ടണ്ടടേ അവിടെ ഇരുന്നായിരുന്നട്ടോ ഞാൻ പൊക്കിക്കൊണ്ട് വന്ന. എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ പറയൂ. ഹായ്. ഇങ്ങോട്ട് നോക്കിയിട്ട് പറയൂ ഹലോ. ഞാനാണ് പൂക്കി. നിച്ച് മറ്റേ ഇറച്ചിപ്പാപ്പയാണ് ഇഷ്ടം. എന്തൊക്കെയാണ്? ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ. ഞാനൊരു സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റാണ് കേട്ടോ. സെൽഫ് ടോട്ട് എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഞാൻ ഓഫ്ലൈനായിട്ട് ഡ്രോയിങ് ക്ലാസ്സിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഗ്രാജുവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡ്രോയിങ്ങിൽ ചെയ്തിട്ടില്ല. വേറെ ഒന്നിലും ഞാൻ ഗ്രാജുവേഷൻ ചെയ്തിട്ടില്ല. ഞാൻ കോളേജിലൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് വേറെ കുറേ ജോലികളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെ ജോലികളൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ആർട്ടിൻ്റെ കരിയറിൻ്റെ വഴിയിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവരുടെ വീഡിയോ ഞാൻ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് എടുത്തുകൊണ്ട് പോവുമോ. എടുത്തുകൊണ്ട് പോകേണ്ടി വന്നില്ല, അവരിങ്ങോട്ട് തന്നെ കയറി വന്നു. അന്നേ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൻ്റെ രാത്രി തന്നെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ വീട്ടിൽ വന്നു. ഇവൾ വന്നതിൻ്റെ പിന്നാലെ അവളും വന്നു, മറ്റാളും വന്നു അല്ലേ. എങ്ങോട്ടാ പോണ്? എങ്ങോട്ടാ പോണ്? എങ്ങോട്ടാ പോണ്? ഇതെന്താ? ഇതാണ് ഇപ്പൊ പരിപാടി. അമ്മ എങ്ങോട്ടെങ്കിലും പോകുമ്പോ അമ്മയുടെ പിന്നാലെ, അമ്മ എങ്ങോട്ട് പോവാണെങ്കിലും തിന്നാനുള്ളത് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ വിചാരം. ഡി ഇവിടെ ബാ. ഇതെന്താ വിളിച്ചാലൊന്നും വരില്ല. അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ പിന്നാലെ. എന്താണ് നിങ്ങൾ ഇവിടെ നിക്കണതിന്റെ ഉദ്ദേശം? ചോറ് കഴിച്ചിട്ട് അനങ്ങാൻ പറ്റാണ്ട് ഇച്ചാണോ? അങ്ങനെയാണോ കഴിച്ച? അങ്ങനെ കഴിച്ചിട്ട് അനങ്ങാൻ പറ്റാണ്ട് ഇച്ചാണോ നിങ്ങൾ? എന്താണ് പറയൂ. എന്താണ് ഇപ്പൊ തോന്നുന്നത്? വയറ് വീർത്തിട്ട് എന്താണ് തോന്നുന്നത്? പൂമ്പാറ്റ പോണോ? അത് തന്നെ കണ്ട പൂമ്പാറ്റ പോണ കണ്ട? പൂമ്പാറ്റയുടെ പിന്നാലെ പോണോ? സുന്ദരി. ഇതാണ് കേട്ടോ നമ്മളുടെ 4 ഏറ്റവും മൂത്തത് ജിംബ്രു. ജിംബ്രു. ഓക്കെ കേട്ടോ. ഓക്കെ കേട്ടാ. ഇത് കുഞ്ഞി. ഹായ്. ഇതാണ് ബാക്കി 2 ആൾക്കാർ കേട്ടാ. ഇത് ഷേരു, അത് ചീരു. ഹലോ, ഒരു ഹായ് പറയടാ. ഹലോ ചീരു. ഇപ്പൊ മഴ പെയ്തിട്ട് പുറത്തു പോകാൻ പറ്റാണ്ട് നിക്കാട്ടാ. ഇത് കണ്ട ഗൈസ്, ഇപ്പൊ ഇതാണ് ഇവിടുത്തെ പരിപാടി. ഇവളുണ്ടല്ലോ ചീരുവിന്റെ അടുത്ത് ഇവർക്ക് കമ്പനി ആവണം. പക്ഷെ ഇവൾക്കാണെങ്കിൽ ഇവരെ കാണുമ്പോൾ ചെറിയൊരു അഗ്രഷൻ ഉണ്ട് അല്ലേ ചീരു? എന്താണ് പറയാനുള്ളത്? ഇപ്പൊ വന്ന 2 പ്രിങ്ങകളെ പറ്റി എന്താണ് പറയാനുള്ളത്? പറയൂ, വേഗം പറയൂ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? അപ്പൊ ശരി. ജിംബ്രുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇവളുടെ അടുത്ത് ഇണങ്ങാനാണ് നിൽക്കുന്നത്. അവൾക്ക് നായ്ക്കളുടെ അടുത്ത് മാത്രമേ ഇണക്കുള്ളൂ, മനുഷ്യന്മാരുടെ അടുത്ത് അധികം ഇണക്കല്ല. വേണ്ട, നമ്മൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ ആളിറങ്ങി ഓടി. ചടി. ഇതാണ് പരിപാടി. ഈ വിറകുപേരുടെ അടിയിൽ പോയിട്ട് ഒളിച്ചിരിക്കുക. എന്താടി കള്ളി? എങ്ങോട്ടാ പോണ്? കളിച്ചാ നിൽക്കണോ? എങ്ങോട്ടാ കളിച്ചാ നിൽക്കാണ്? അയ്യോ. ഇനിയിപ്പോ വിറകിൽ കടിക്കാം. പിന്നെ രാവിലെ അമ്മയ്ക്ക് ഡെന്റൽ ക്ലിനിക്കിലേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വരയ്ക്കാനുള്ള കുറച്ച് പേപ്പറിൻ്റെ ലാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് പോയി. അപ്പോൾ ഒറ്റപ്പാലത്ത് പോയിട്ട് കുറച്ച് പർച്ചേസൊക്കെ നടന്നു. ഞാൻ വേണമെങ്കിൽ ഒറ്റപ്പാലം ടൗണൊക്കെ കാണിച്ചു തരാം. മഴക്കാലത്ത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്ത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള കടയൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒറ്റപ്പാലം ടൗൺ. ഇതിൻ്റെ അപ്പുറത്ത് ബസ് സ്റ്റാൻഡാട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഭയങ്കര ക്രൗഡാണ്, മഴയായിട്ടും കൂടി ഭയങ്കര ക്രൗഡുണ്ട്. അപ്പോൾ താഴത്തെ ഭാഗത്ത് പേപ്പറും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് ഡ്രോയിങ് വരയ്ക്കാനുള്ള പേപ്പറാണ് കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്. കുറച്ച് മുകളിലേക്ക് പോകാനുണ്ട്. ലിഫ്റ്റ് എടുക്കേണ്ടവർക്ക് എടുക്കാം, പക്ഷെ ഞാൻ സ്റ്റെപ്പൊക്കെ എടുത്തിട്ട് മെല്ലെ പോകാൻ വിചാരിച്ച്. അങ്ങനെ നമ്മൾ കടയിലേക്ക് കയറിയിട്ടാണ്. കടയ്ക്ക് കയറിയപ്പോൾ തന്നെ ഫുള്ള് സാധനങ്ങളാണ്. എന്തൊക്കെ എവിടേക്ക് ഇരിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ ഒന്നാമത് അവിടെ അധികം വോയിസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല.
ടൗണിൻ്റെ സെൻറ്ററിലാണ് ആ കട എന്നുള്ളത് പോലും നമുക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ എൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ മുന്നിൽ പോണ ഈ ചേട്ടനാണ് എനിക്ക് മറ്റേ പേപ്പർ എവിടെയെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ പുള്ളിക്കാരൻ കുറേ കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ എനിക്കതൊന്നും ദഹിച്ചില്ല. അപ്പം ഞാനായിട്ട് ഇങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ തപ്പി നോക്കുക കേട്ടോ. അപ്പോൾ ഈ സാധനം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്, 140 GSMൻ്റെ ഡ്രോയിങ് പേപ്പർ എൻ്റെ ഉള്ള. അപ്പോൾ അതുകൊണ്ട് ഞാനത് തിരിച്ചു വെച്ച്. എന്നിട്ട് ഞാൻ വേറെ കുറേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ A3 സൈസിൽ 210 GSMൻ്റെ ഒരു പേപ്പറാണ് കേട്ടോ അത് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാനത് ജസ്റ്റ് വേറെ കുറേ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാനത് അങ്ങോട്ട് തിരിച്ച് കയറ്റി വെച്ച് മോളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ അവസാനം ഞാൻ ഐവറി ഷീറ്റ് തന്നെ എടുത്തിട്ട് ഞാൻ നോക്കിയിട്ട് സെറ്റാക്കി. ബെസ്റ്റ് എഴുതണം സാധനം കിട്ടിയിട്ടാ. MRP 299 കാണിക്കണത്. അങ്ങനെയായിരിക്കും വില. ഇരുപത്തിനാലിനല്ലേ? അതെടുത്തു. ഓക്കെ, തേർഡ് സാധനം കയ്യിൽ കിട്ടി. 210 GSMൻ്റെ ആണ് കിട്ടിയത്. ഞാൻ 200 നോക്കിയിട്ടാണ് പോയത്, പക്ഷേ 210ൻ്റെ കിട്ടിയിട്ടാ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. 24 അപ്പോൾ 299 ഉള്ളത് 290 ഏട്ടൻ തന്നു. ഞാനിപ്പോൾ അമ്മേനെ മറ്റേ ഇവിടെ ക്ലിനിക്കിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇനിയിപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ വിളിച്ചിട്ടൊന്നുമില്ല, ഇപ്പോൾ കയറിയിട്ടുണ്ടാവുള്ളൂ. അത്ര ടൈമൊന്നും ആയിട്ടല്ലേ. ഒരു 10 രൂപ. ഇനിയിപ്പോൾ ഇങ്ങനെ ഇത് ബൈക്കിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. അറിയില്ല, മഴയൊക്കെ പെയ്യും. അതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ സാധനം മേടിച്ചിട്ടേ തിരിച്ച് ക്ലിനിക്കിന് അവിടെ എത്തിണ്ടിട്ടാ. പിന്നെ ഈ ഒരു സാധനം മേടിക്കാൻ പോകുമ്പോഴേ എന്തായാലും ഒരു കവർ കയ്യിൽ പിടിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ 300 രൂപ വെള്ളത്തിലാവും. 2 തവണ ഇത് വീണു താഴത്ത്. പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ഒന്നും ആയില്ല ഭാഗ്യത്തിന്. അതിലിപ്പോൾ എൻ്റെ 300 രൂപ വെള്ളത്തിലായേനെ. നമ്മൾ നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ പാർട്സ് മേടിക്കാൻ വേണ്ടി വന്നാട്ടോ. അപ്പോഴേക്കും ഇവിടെ ഭയങ്കര മഴ, നല്ല മഴ, നല്ല മഴ പെയ്യണ്ടേട്ടാ. കണ്ണിയാമ്പുറം ടൗണാണ്, നല്ല മഴ പെയ്യുന്നു. ഓടിക്കെട്ടി അമ്മ ഇപ്പോൾ ഇവിടെ മരുന്ന് മേടിക്കാൻ കയറി കേട്ടാ. അപ്പം ഞാനിവിടെ മഴ ചാറ്റലുള്ളൂ, വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്യണില്ല ഇവിടെ. വേണ്ടാ തറക്ക് കാണാൻ നല്ല രസമുണ്ട് ഈ മഴയത്ത്. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലെത്തിയപ്പോഴും വീട്ടിലും നല്ല മഴ കേട്ടോ. അപ്പോൾ കയ്യോടെ മഴയുടെ കുറച്ച് ഫൂട്ടേജൊക്കെ എടുത്ത് വെറുതെ വൈബടിച്ച് കുറച്ച് നേരം നിന്നു. പിന്നെ റൂമിൽ കയറി മേടിച്ച ഡ്രോയിങ് ഷീറ്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കണ്ടേ. ഇത് പെട്ടെന്ന് ചുളങ്ങലും മടങ്ങലും ഒന്നും വീടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. പക്ഷെ അറിഞ്ഞോണ്ട് തക്കേണ്ടത് ഉണ്ടാവും. അത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് മടക്കിയെന്ന് വിചാരിച്ചോ. അങ്ങനെ ഒന്ന് മടക്കി, അങ്ങനെ മടക്കിയിട്ട് പെട്ടെന്ന് ഓർക്കുമ്പോൾ തന്നെ അതിന് അങ്ങനെ മടക്കുകളും കാര്യങ്ങളൊന്നും മനസ്സിലാവണില്ല. ഈ പേപ്പറിൽ വരയ്ക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വൈകാതെ എന്തായാലും ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യണ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഐവറി ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഐവറി ഷീറ്റ് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ മേടിച്ചിട്ടുള്ള ഒരു സാധനം കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ വരച്ചിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവളും ഇവളുടെ സഹോദരിയും ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ സേഫാണ്. ആർക്കെങ്കിലും അഡോപ്ഷൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിലൊന്ന് കയറിയിട്ടൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ വേണ്ട പൂക്കി? എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വ്ളോഗ് ഇവിടെ നിർത്താം, അല്ലേ? അങ്ങനെ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഗൈസ് വാച്ചിങ് ഫോർ ദ വ്ളോഗ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സീ യു.